കാൾ പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണോ റാങ്ക് കോറിലേഷൻ ആണോ നമ്മൾ അപ്ലൈ ചെയ്യുക? ഓക്കെ. എന്തുകൊണ്ടാണ് കാൾ പിയേഴ്സൺ യൂസ് ചെയ്യുന്നത്? ഇവിടെ റാങ്ക് തന്നിട്ടില്ല അല്ലേ? ക്വസ്റ്റ്യനിൽ റാങ്കാ തന്നിരുന്നെങ്കിൽ, അതായത് ഓരോ സെയിൽസിൻ്റെയും റാങ്ക്സ് ഒക്കെ തന്നിരിക്കുന്നെങ്കിലാണ് നമ്മൾ റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ ഇക്വേഷൻ അറിയോ അബുൽ? കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ്റെ ഇക്വേഷൻ അറിയോ? ഓക്കെ. അപ്പം നമ്മൾ കാൾ പിയേഴ്സൺ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ആണ് R = n സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ X² മൈനസ് സിഗ്മ X ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ Y² മൈനസ് സിഗ്മ Y ഹോൾ സ്ക്വയർ. ഓക്കെ, സോ ഈ ഇക്വേഷനാണ് നമ്മൾ കോറിലേഷൻ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് കോറിലേഷൻ കോഫിഷ്യൻ്റ് കണ്ടുപിടിക്കാനുള്ളതാണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷനിൽ ഓൾറെഡി നമ്മൾ രണ്ട് ഡാറ്റ നമുക്ക് എക്സും വൈയും തന്നിട്ടുണ്ടല്ലേ. അപ്പം നമുക്ക് ഇതിൽ എക്സും വൈയും, എക്സ് എന്തായിരുന്നു? എക്സ് നമ്മൾ അഡ്വർടൈസ്മെൻ്റ് ആയിരുന്നു. സെയിൽസ് എന്താണ്? സെയിൽസ് വൈ ആയിട്ടാണ് എടുക്കുക. ഓക്കെ, അപ്പോൾ എക്സ് അഡ്വർടൈസ്മെൻറ്റും വൈ സെയിൽസും ആണ്. എൻ എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണ. ഓക്കെ, എൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ടോട്ടൽ നമ്പേഴ്സ് ആണ് എണ്ണ. അതായത് സെയിൽസ് അങ്ങനെ മൊത്തം എത്ര സെയിൽസ് പറഞ്ഞിട്ടുണ്ട്? മൊത്തം നമുക്ക് 6 അല്ലേ? N 6 തന്നിരിക്കുന്നത് നമ്മൾ നമ്പേഴ്സ്. അപ്പോൾ 6 എണ്ണം തന്നിട്ടുണ്ട്. സെയിൽസ് ആയാലും അഡ്വർടൈസ്മെന്റ് ആയാലും 6. ഒരു മിനിറ്റ് എന്താടാ? ഞാൻ ക്ലാസ് എടുക്കാത് എന്താ പറയാനൊന്നുമില്ലേ? ഇല്ല, കട്ട് ചെയ്ത്. നിങ്ങൾ പറ, ഇവർ കേൾക്കൂല. മക്കളടുത്ത് പറയുന്നൊക്കെ പറഞ്ഞാല് മോശമല്ല എൻ്റെ അമ്മ. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റും സെയിൽസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മൾ എക്സും വൈ ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ കോഫിഷ്യൻ്റ് ഓഫ് കോറിലേഷന് അഡ്വർടൈസ്മെൻറ്റും സെയിലും കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഈ ഡാറ്റ പ്രകാരം നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കണം? നമുക്ക് എന്നെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, എന്നെ എത്ര നമ്പേഴ്സാന്നുള്ളത്. ഇനി നമ്മൾ മൂന്നാമതൊരു കോളം നമ്മൾ സിഗ്മ എക്സും വൈയും കണ്ടുപിടിക്കണം. എക്സും വൈയുടെ കോളം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ എങ്ങനെയായിരുന്നു സഹല? ഈ ഇത് പ്രകാരം നമുക്ക് X² കണ്ടുപിടിക്കണം, Y² കണ്ടുപിടിക്കണം, എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, ഗെയ്സ് കേൾക്കുന്നില്ലേ? മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പം നോട്ട്ബുക്ക് എടുത്തോ. ആദ്യം അഡ്വർടൈസ്മെന്റ് എഴുതുക, സെയിൽസ് എഴുതുക. താഴത്തേക്ക് എഴുതി പോവാം. നമുക്ക് ഒപ്പം ചെയ്ത് പോവാം. മിസ് ഇതിൽ ആ റോ ചെയ്തിട്ടില്ല, ഓൺലി എക്സിൻ്റെയും വൈൻ്റെ ഒക്കെ ടോട്ടൽ എഴുതിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? നോട്ടിൽ എക്സും വൈയും എഴുതുക. അതിൻ്റെ തൊട്ടപ്പുറത്തെ മൂന്നാമത്തെ കുളത്തിൽ എക്സ് ഇൻറ്റു വൈ ചെയ്യുക. അതായത് XY കണ്ടുപിടിക്കുക. 5 × 16, 6 × 20, അങ്ങനെ മൂന്നാമത്തെ കോളം ചെയ്യൂ. എന്നിട്ട് ആ XYയുടെ ടോട്ടൽ എത്ര കിട്ടിയെന്ന് മിസ്സിൻ്റെ അടുത്ത് പറയാം കേട്ടോ. ടൈം ലാഗാവരുത്, വേഗം പറയണം. നമുക്ക് എക്സാമിന് ആകെ 2 മണിക്കൂറുള്ളൂ. അപ്പോൾ ഒരിക്കലും ലാഗ് വരാൻ പാടില്ല. കാൽക്കുലേറ്റർ ഇല്ലേ രണ്ടുപേർക്കും? ഗെയ്സ് ചെയ്യുന്നില്ലേ?
1257 ആണ്. യെസ്, 1257. ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഇനി നമ്മൾ അടുത്തത് എക്സ് സ്ക്വയറിൻ്റെ ഒരു കോളം കാണണം, വൈ സ്ക്വയറിൻ്റെ ഒരു കോളം കാണാം. അത് എക്സ് സ്ക്വയർ പറഞ്ഞാൽ 5ൻ്റെ സ്ക്വയർ 6ൻ്റെ സ്ക്വയർ അങ്ങനെ ചെയ്യുക. വൈ ആകുമ്പോൾ 16 29ൻ്റെ സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക കേട്ടോ. കിട്ടിയോ? എക്സ് സ്ക്വയർ കിട്ടിയോ? എക്സ് സ്ക്വയർ ടോട്ടൽ കിട്ടുക 560 ആണ്. വൈ സ്ക്വയർ 3017. കിട്ടിയല്ലോ സഹല? ആ, ഓക്കെ. അപ്പം നമുക്ക് ഇക്വേഷൻ പ്രകാരം ഇനി നമുക്ക് ഇക്വേഷനിൽ ഇവിടെ താഴെ കണ്ടില്ല, ബ്രാക്കറ്റിൽ ഒരു എക്സ് ഹോൾ സ്ക്വയറും ബ്രാക്കറ്റിൽ ഒരു വൈ ഹോൾ സ്ക്വയറും കണ്ടില്ലേ? അത് നമുക്ക് എങ്ങനെയാ കിട്ടുക സഹല? ഫസ്റ്റത്തെ എക്സ് കോളം ടോട്ടൽ ചെയ്യുക, പിന്നെ സെക്കൻഡത്തെ വൈ കോളം ടോട്ടൽ ചെയ്യുക. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഗെയ്സ് അങ്ങനെ ചെയ്യാട്ടാ. നമ്മൾ ബ്രാക്കറ്റിൽ കാണുന്ന എക്സ് ഹോൾസ് സ്ക്വയറും വൈ ഹോൾസ് സ്ക്വയറും എന്ന് പറയുന്നത് നമുക്ക് തന്ന ഡാറ്റ ഇല്ലേ, സെയിൽസും അഡ്വർടൈസ്മെന്റും, അതിന്റെ ടോട്ടൽ കണ്ടിട്ടുള്ള സ്ക്വയർ ആണ്. അപ്പോൾ അതിന്റെ ടോട്ടൽ കാണാം കേട്ടോ. ആ.
എക്സ് ടോട്ടൽ 54 കിട്ടും, y 133 കിട്ടും, ഇത് കിട്ടും. കിട്ടിയോ? എക്സ് 54ഉം y കിട്ടിയോ? ഇനി നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ തന്ന വാല്യൂസിന് കിട്ടിയ വാല്യൂസൊക്കെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, n എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു നമ്മുടെ നമ്പർ? n നമുക്ക് 6 അല്ല, അപ്പോൾ 6 ഇൻറ്റു ആ ഇക്വേഷൻ 6 നോക്കുക, 6 ഇൻറ്റു. ഓക്കെ, സോ നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ n നമ്മൾ മാറ്റുമ്പോൾ 6 വരും. 6 ഇൻറ്റു എക്സ് വൈ എത്രയായിരുന്നു ടോട്ടല്? 1257 മൈനസ് സിഗ്മ എക്സ് സിഗ്മ വൈ ടോട്ടല്. സിഗ്മ എക്സ് എന്ന് പറഞ്ഞാൽ 54 അല്ലേ, മൈനസ് 54 ഇൻറ്റു സിഗ്മ വൈ 133. ഓക്കെ, അത് ഡിവൈഡഡ് ബൈ ബാക്കിയുള്ള നമ്മൾ റൂട്ടിൽ എഴുതാം. ഓക്കെ, റൂട്ടിൽ എങ്ങനെ വരും? n ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ n 6, എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ട എക്സിൻ്റെ സ്ക്വയർ. എക്സ് എത്രയായിരുന്നു? നമ്മൾ ഓൾറെഡി 560. ഓക്കെ, 560 മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 54ൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ബ്രാക്കറ്റിൽ വരുന്നത് എക്സിൻ്റെ ഹോൾ സ്ക്വയർ, 54ൻ്റെ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. മിസ് ഇവിടെ എഴുതിയത് മനസ്സിലായോ? ആ, ഒന്ന് ചെയ്ത് നോക്കി നോക്കിയോ, ഗേറ്റ്സിന് മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഫൈനൽ ആൻസർ എത്ര വരുന്നത് നോക്കിയേ. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആണ്. ഗേസിന് ആൻസർ കിട്ടുന്നുണ്ടോന്ന് പറയട്ടാ. ആൻസർ കിട്ടിയോ ഗേസ്? ലാസ്റ്റ് സ്റ്റെപ്പ് ഒരു മിനിറ്റ്. എത്രയായിരുന്നു മിസ് ആൻസർ? 0.84. കിട്ടി. ഓക്കെ. സോ അടുത്തൊരു ക്വസ്റ്റ്യൻ അന്ന് ഒറ്റയ്ക്ക് ചെയ്യോ രണ്ടുപേരും? ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. ഫൈൻഡ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ between
x and y. Find the coefficient of correlation between x and y. x values എഴുതാ. x value 2 മുതൽ 8 വരെ എഴുതാം. 2, 3, 4, 5, 6 അങ്ങനെ 8 വരെ എഴുതാം കേട്ടോ. എഴുതിയോ? ഇനി y വാല്യൂസ് എഴുതാ. ആരോ ലേറ്റ് ആയല്ലോ ജോയിൻ ചെയ്യാന്. ജിഷ്ണു ലേറ്റ് ആയല്ലോ ജോയിൻ ചെയ്യാന്. എന്തു പറ്റി? അടുത്ത ആളും കൂടി ഉണ്ടല്ലോ. ഇപ്പൊ ബിസിനസ് അനലിറ്റിക്സിന്റെ ക്ലാസ് ആണ്. കുഴപ്പമില്ല, മിസ് ഒരു പ്രോബ്ലം ചെയ്തു, ഒരെണ്ണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമുക്കത് ചെയ്യാം. കോറിലേഷൻ ഓഫ് കാൾ പിയേഴ്സൺ കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കാണാൻ അറിയില്ലേ ജിഷ്ണുവിന്? ഒരു മിനിറ്റ്. ജിഷ്ണുവിന് വേണ്ടിയിട്ട് മിസ് ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. ഇപ്പോൾ ജോയിൻ ചെയ്ത ജിഷ്ണു പിന്നെ ആരായിരുന്നു? ഓക്കെ. മിസ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ്റെ പ്രോബ്ലം ആണ് ഇപ്പോൾ ചെയ്യിപ്പിക്കുന്നത്. സോ മിസ് ക്വസ്റ്റ്യൻ പറയാം, നിങ്ങൾ ഒന്നും കൂടി എഴുതിയെടുത്തോ. ഫൈൻഡ് കോഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ the coefficient of correlation between x and y. x values 2 മുതൽ 8 വരെ എഴുതാം കേട്ടോ. 2, 3, 4, 5 പറഞ്ഞിട്ട് 8 വരെ എഴുതാം x വാല്യൂ. 2, 3, 4, 5, 6, 7, 8. നെക്സ്റ്റ് y വാല്യൂസ് എഴുതുക. y value 4, 5, 6, 8, 9, 7, 10. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ ഇനി കണ്ടു? ഇനി നമ്മൾ എന്താ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? മിസ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ കണ്ടില്ലേ? അതാണ് നമ്മുടെ ഇക്വേഷന്. ഓക്കെ, കണ്ടില്ലേ? ഇതാണ് നമ്മുടെ ഇക്വേഷന്. n ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് n സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ഹോൾ സ്ക്വയർ. നമുക്ക് വേണമെങ്കിൽ ബിസിനസ് അനലറ്റിക്സിന് 10 മാർക്കിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ജിഷ്ണു അത് ഒറ്റയ്ക്ക് ചെയ്യാൻ കിട്ടില്ലേ? മിസ് ഒന്നുകൂടി പറഞ്ഞായിരുന്നോ ജിഷ്ണു? ജിഷാദെ മിസ് പറഞ്ഞായിരുന്നോ വീണ്ടും? നമ്മൾ ആദ്യം എക്സ് വൈ കാണുക, എക്സ് വൈയുടെ ടോട്ടൽ കണ്ടുപിടിക്കുക, എക്സ് സ്ക്വയർ കാണുക, അതിൻ്റെ ടോട്ടൽ കാണുക, ദെൻ നെക്സ്റ്റ് വൈ സ്ക്വയർ അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക, പിന്നെ എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ കാണുക. വേഗം ചെയ്യുക. ആദ്യം ആരാ ചെയ്ത് കഴിയണമെന്ന് നോക്കട്ടെ മിസ്. ജിഷാദ് മനസ്സിലായില്ലേ? ജിഷാദ് പോയോ? മനസ്സിലായോ ജിഷാദ്? ഓക്കെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നിങ്ങൾ വേഗം ചെയ്യൂ. സാധാരണ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനൊക്കെ എസ് വന്നാൽ ഒരു 10 മിനിറ്റ് 10-15 മിനിറ്റ്.
നമുക്ക് ഓരോന്നിൻ്റെയും ടോട്ടൽ കിട്ടിയത് ജസ്റ്റ് ഇവിടെ എഴുതാം. സിഗ്മ എക്സിൻ്റെ ടോട്ടൽ കിട്ടിയാൽ പറയണം. സിഗ്മ വൈയുടെ ടോട്ടൽ, സിഗ്മ എക്സ് വൈയുടെ ടോട്ടൽ, സിഗ്മ എക്സ് സ്ക്വയർ ടോട്ടൽ, സിഗ്മ വൈ സ്ക്വയർ ടോട്ടൽ. n നമുക്ക് 7 ആണ്. എത്ര വന്നു സിഗ്മ എക്സിൻ്റെ ടോട്ടൽ? 35. സിഗ്മ എക്സ് 47ഓ? 35. ആ ഓക്കെ 35 വന്നു. സിഗ്മ വൈ എത്ര കിട്ടി? 49. ഓക്കെ 49. സിഗ്മ എക്സ് വൈ? 270. യെസ്, വെരി ഗുഡ്, 270. ദെൻ എക്സ് സ്ക്വയർ 203 അല്ലേ? വൈ സ്ക്വയർ 371. ബാക്കിയുള്ളവർക്ക് കിട്ടിയോ ടോട്ടല്? ആൻസർ കിട്ടിയവർ പറയണേ.
ആൻസർ കിട്ടിയോ ആർക്കെങ്കിലും? 6. മാം 0.893 ആണോ? യെസ്, വെരി ഗുഡ്. 0.893. 89 എഴുതിയാലും മതി. ബാക്കിയുള്ളവർക്ക് ആൻസർ കിട്ടിയോ? ജിഷ്ണു ആൻസർ കിട്ടിയോ? ജിഷാദ്? ഇപ്പൊ കഴിയും ചെയ്യാൻ. ഓക്കെ. ഗെയ്സിന് കിട്ടിയോ? ചെയ്തോണ്ടിരിക്കുന്നു മിസ്. ഓക്കെ. നിങ്ങളുടെ അവിടെയൊക്കെ മഴ കൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടോ? നമ്മളിനി എക്സാം നമുക്കിനി ജൂണിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഇടിമഴയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ള സമയമാണ്. പക്ഷെ എക്സാം ഒരിക്കലും മാറ്റി വെക്കില്ല. കുട്ടികൾ ചോദിക്കാറുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയാലും മാറ്റി വെക്കുമെന്ന്. സാധാരണ ക്ലാസ് ഇല്ലെങ്കിലും മഴയ്ക്ക് അവധിയാണെങ്കിലും എക്സാംസ് ഒക്കെ അതേപോലെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ചും കൂടി ഇപ്പോൾ ഈ പറയുമ്പോൾ നമുക്ക് ക്ലാസ് കണ്ടക്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ എല്ലാവരും ചാർജൊക്കെ കയറ്റി ഒരു പവർ ബാങ്ക് ഒക്കെ എക്സ്ട്രാ വാങ്ങി വെച്ചോളൂ കേട്ടോ. കിട്ടിയോ? ബാക്കിയുള്ളവർക്ക് ആൻസർ കിട്ടിയോ? സമയം ഒരുപാട് ആവല്ല കേട്ടോ. നമുക്ക് എക്സാമിന് ആകെ 2 മണിക്കൂറിൽ നമ്മൾ ഇത്രയും 21 ക്വസ്റ്റ്യൻ എഴുതാനുള്ളതാണേ. നമുക്ക് ആൻസർ വരിക 0.89 ആണ്. ഇനി നിങ്ങൾക്ക് മിസ്റ്റേക്ക് വല്ലതും വന്നാൽ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ഒന്ന് വിടുന്നു ചെക്ക് ചെയ്ത് നോക്കുക. റൂട്ടിലിടാൻ അറിയില്ലേ? താഴെ ഡൗട്ട്സ് വരുന്നുണ്ടെങ്കിൽ ചോദിക്കണേ മിസ്സിൻ്റെ അടുത്ത്. കിട്ടിയല്ലേ? ബാക്കിയുള്ളവർക്കും കിട്ടിയോ? ഓക്കെ. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ എന്തായാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ്റെ പ്രോബ്ലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ ക്ലാസ്സിലെടുത്തത് ഓർമ്മയുണ്ടോ?
റിഗ്രഷൻ ചെറുതായിട്ട്. ആ ഓക്കെ. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ നമ്മൾ നോക്കി വെക്കണം. മേ ബി 6 മാർക്കിനൊക്കെ ചോദിക്കാം. അപ്പം നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ 2 തരമായിട്ടുണ്ടായിരുന്നല്ലോ. ഒന്ന് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈയും രണ്ടാമത്തെ ഇക്വേഷന് വൈ ഓൺ എക്സും ആണ്. അപ്പോൾ എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ബി എക്സ് വൈ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഈ പറഞ്ഞ പോലെ തന്നെ ഈ 2 ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ വൈ ഓൺ എക്സ് ആണ്. അപ്പം എക്സ് ഓൺ വൈയും ഇക്വേഷൻ ഉണ്ട്, വൈ ഓൺ എക്സും. ഈ 2 ഇക്വേഷനാണ് നമുക്ക് റിഗ്രഷൻ കാണുള്ളത്. ഓക്കെ. അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ. എക്സ് ഓൺ വൈ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഓക്കെ, അതാണ് എക്സ് ഓൺ വൈയുടെ ഇക്വേഷൻ. ഇനി വൈ ഓൺ എക്സ് മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ വരിക വൈ മൈനസ് വൈ ബാർ ഈക്വൽ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഇനി ഇതിൽ നമുക്ക് ബി വൈ എക്സ് കാണണം. ബാക്കിയൊക്കെ നമുക്ക് വൈയും വൈ ബാറൊക്കെ നമുക്ക് കണ്ടുപിടിക്കുക ഡാറ്റയിൽ നിന്ന്. ബി വൈ എക്സ് നമുക്ക് കിട്ടുക, ബി വൈ എക്സ് കാണേണ്ട ഇക്വേഷനാണ് എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ. നമ്മൾ കോറിലേഷനിൽ പഠിച്ച ഇക്വേഷൻ ഇല്ലേ, അതിൻ്റെ ചെറിയൊരു പോർഷനാണ് താഴെ വരിക. നമ്മൾ താഴെ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എടുക്കാൻ കാരണം എന്താണ്? നമ്മുടെ ഇക്വേഷനിൽ ബി വൈ എക്സ് അല്ലേ, ബി വൈ എക്സിൽ ലാസ്റ്റ് എക്സ് ആണ്. സോ ലാസ്റ്റ് എക്സ് ആയ കാരണം നമ്മൾ എന്ത് ചെയ്തത്, താഴെ നമ്മൾ എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയറും സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ എടുത്തത്. ഇനി ഇവിടെ വൈ ആവുകയാണെങ്കിൽ ഓക്കെ, ഈ ഇക്വേഷനിൽ ഇവിടെ ബി വൈ എക്സ് ഓക്കെ ബി എക്സ് വൈ ആവുകയാണെങ്കിൽ എങ്ങനെ വരും? എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് എക്സ് വൈ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. കാരണം ഇവിടെ വൈ ആയി, ഇവിടെ എക്സ് ആയ കാരണം നമ്മൾ എന്ത് ചെയ്തു, എക്സ് സ്ക്വയറും എക്സ് ഹോൾ സ്ക്വയറും ഇവിടെ എടുത്തു. ഓക്കെ, പിന്നെ മിസ്സിൻ്റെ ഇറസറും ആയിരുന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. ഡൗട്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഫ്രം ദി ഫോളോയിങ് ഡാറ്റ ഓഫ് വാല്യൂസ് എക്സ് ആൻഡ് വൈ ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് വൈ ഓൺ എക്സ് കണ്ടുപിടിക്കാൻ. ഓക്കെ, വൈ ഓൺ എക്സ് കണ്ടുപിടിക്കാൻ ഫ്രം ദ ഫോളോയിങ് ഡാറ്റ വാല്യൂസ് എക്സ് ആൻഡ് വൈ ഫൈൻഡ് റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ്. അപ്പോൾ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ താഴെ എഴുതണം കേട്ടോ. നമ്മൾ എല്ലാത്തിൻ്റെയും ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എഫ് എം ആയാലും ബിസിനസ് അനലിറ്റിക്സ് ആയാലും ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട് നമുക്ക് പഠിക്കാൻ. അപ്പോൾ ആ ഇക്വേഷൻസ് ഒക്കെ പ്രോപ്പറായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഒരു സ്റ്റിക്കി നോട്ടിലോ അല്ലെങ്കിൽ A4-ലോ ഓരോ ഇക്വേഷൻസുകളും എഴുതി ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. ഇക്വേഷൻ അറിഞ്ഞെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ വൈ ഓൺ എക്സിൻ്റെ ഇക്വേഷന് വൈ മൈനസ് വൈ ബാർ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആണ്. അപ്പോൾ നമ്മൾ ഈ ഡാറ്റ പ്രകാരം നമുക്ക് വൈ ബാർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വൈ ബാർ എന്ന് പറഞ്ഞാൽ വൈയുടെ ടോട്ടൽ കാണുക. വൈയുടെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ആ നമ്പേഴ്സ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വൈയുടെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. സോ നമ്മുടെ വൈയുടെ ടോട്ടൽ നമുക്ക് കിട്ടുക 20 ആണല്ലേ. 3 + 5 + 4 + 8 + 9 20 കിട്ടും. സോ 20/4 നമുക്ക് എന്ത് കിട്ടും? വൈ ബാർ കിട്ടും. അതായത് സിഗ്മ വൈ ബൈ എൻ ആണ് വൈ ബാർ. അപ്പോൾ എക്സ് ബാർ എങ്ങനെയാണ് വരിക? എക്സ് ബാർ ഈക്വൽ സിഗ്മ എക്സ് ബൈ എൻ. എക്സിൻ്റെ ടോട്ടൽ കാണാൻ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇനി നമുക്ക് നോർമൽ നമ്മൾ കോറിലേഷനിൽ ചെയ്ത പോലെ അല്ലേ, എക്സ് വൈ കാണണം, എക്സിൻ്റെ ഹോൾ സ്ക്വയറും കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതൊന്നും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഒറ്റയ്ക്ക്?
ആദ്യം എക്സ് വൈയും എക്സ് സ്ക്വയറും ടോട്ടൽ കണ്ടുപിടിക്കൂ. നമുക്ക് ഡാറ്റയിൽ വേണ്ട കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കൂ. ഈ ഡാറ്റയിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും കണ്ടുപിടിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടാ. ഡൗട്ട് ഉണ്ടോ മക്കളെ? ജിഷ്ണു, ഹലോ ജിഷ്ണു, കേൾക്കാനില്ലേ? സഹല, ഓക്കെ. സഹലക്ക് ഡൗട്ടില്ല. ഗെയ്സ് ക്ലിയർ ആവുന്നുണ്ടോ? ജിഷാദെ, മിസ് റിപ്പീറ്റ് ചെയ്യണോ? നമ്മൾ ആദ്യം എക്സ് ബാർ കണ്ടുപിടിക്കുക. എക്സ് ബാർ പറഞ്ഞാൽ എക്സിന് ടോട്ടൽ ചെയ്യുക, അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെ എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക. അതിന് ശേഷം നമ്മൾ ബി വൈ എക്സ് കാണണമല്ലോ. അപ്പോൾ ബി വൈ എക്സിന് എക്സും വൈൻ്റെയും ടോട്ടൽ കിട്ടണം. അപ്പോൾ എക്സിൻ്റെയും വൈൻ്റെയും ടോട്ടൽ കാണുക. ദെൻ താഴെ നമുക്ക് എക്സ് സ്ക്വയർ ആവശ്യം. അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. ഇനി നിങ്ങൾ ബി വൈ എക്സ് കണ്ടുപിടിച്ചേ. അതിന് ശേഷം മിസ് പറഞ്ഞുതരാം. ബി വൈ എക്സ് കണ്ടുപിടിക്കൂ. ബി വൈ എക്സ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണിത്. സോ ബി വൈ എക്സ് കണ്ടുപിടിച്ചേ. നമുക്ക് n വരിക 5 ആണ്. ഓക്കെ, n 5 വരും. സിഗ്മ എക്സും വൈയും 131 വരും. ദെൻ താഴെ വീണ്ടും n വരുമ്പോൾ 5 ഇൻറ്റു എക്സ് സ്ക്വയർ 90 മൈനസ് എക്സിൻ്റെ ഹോൾ സ്ക്വയർ. ബി വൈ എക്സ് കിട്ടിയാൽ പറയണേ. ഓക്കെ ഇതാ. നമുക്ക് 1.50 കിട്ടും.
മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? ചെയ്യുന്നില്ലേ എല്ലാവരും? ഹലോ ഹലോ ഓക്കെ. ഗെയ്സ് മനസ്സിലായോ? ഇനി ബാക്കി ചെയ്യാൻ ഇക്വേഷൻ വെച്ച് ചെയ്യാൻ നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരട്ടെ മിസ്. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. വൈ മൈനസ് വൈ ബി വൈ എക്സ് എത്ര കിട്ടിയത് നിങ്ങൾക്ക്? ജിഷാദ് ബി വൈ എക്സ് 1.50 കിട്ടിയോ? ജിഷ്ണുവിന് കിട്ടിയോ? എക്സ് ബാറും വൈ ബാറും കിട്ടിയോ? ദെൻ എക്സ് ബാർ എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? എക്സിന്റെ ടോട്ടൽ 20. അതായത് ഇവിടെ കണ്ടോ, എക്സിന്റെ ടോട്ടൽ 2 + 3 + 4 + 5 + 6. ആ എക്സ് ബാർ എന്ന് പറഞ്ഞ എക്സിന്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ ആ എണ്ണം കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് എക്സ് ബാറും വൈ ബാറും കിട്ടും. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇക്വേഷനിലേക്ക് കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? വൈ മൈനസ് വൈ ബാർ ഈക്വൽ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ വൈ നമുക്ക് വൈ അതേപോലെ വൈ അതാണ് കറക്റ്റ്. ഓക്കെ, വൈ ബാർ ഇക്വേഷൻ മിസ് ഇവിടെ എഴുതാം, നിങ്ങൾക്ക് മനസ്സിലാവാം. വൈ മൈനസ് വൈ ബാർ ഈക്വൽ ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ അല്ലേ? സോ വൈ നമ്മൾ അതേപോലെ വൈ ബാർ നമുക്ക് 5.8 കിട്ടി. ആ 5.8 എഴുതി. ദെൻ ഈക്വൽ ബി വൈ എക്സ് നമുക്ക് 1.5 കിട്ടി. അതും അതേപോലെ എഴുതി. എക്സ് മൈനസ് എക്സ് ബാർ. അപ്പോൾ നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എഴുതരുത് കേട്ടോ, അത് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എഴുതണ്ട. ഇനി എക്സ് ബാർ നമുക്ക് 4 കിട്ടി. ഓക്കെ, ആ 4 നമ്മൾ അവിടെ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ട മെയിൻ കാര്യം ആദ്യത്തെ സെക്ഷൻ അതേപോലെ എഴുതുക. ഓക്കെ, ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ അതേപോലെ എഴുതി. രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ 1.5 ഇല്ലേ, ഇതിനെ ബ്രാക്കറ്റിലുള്ള സംഖ്യകളായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ 1.5 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 1.5x കിട്ടി. ദെൻ 1.5 ഇൻറ്റു 4 ചെയ്യുക. ഓക്കെ, 1.5 ഇൻറ്റു 4 ചെയ്യുമ്പോൾ നമുക്ക് 6 കിട്ടും. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ജിഷ്ണു ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഓരോന്നിനെയും ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി മൂന്നാമത്തേൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ എക്സും വൈ ഒക്കെ ഉള്ളതിനെ നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയാണ് എക്സ് ഉള്ളത് അല്ലെ, 1.5x ഉള്ളത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? എല്ലാം ആദ്യ ഭാഗത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ വൈ ഈക്വൽ 1.5x മൈനസ് 6 കിട്ടും, -6. ദെൻ പ്ലസ് 5.8. ഇവിടെ 5.8 മൈനസ് ആയ കാരണം ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ പ്ലസ് ആയി. ഓക്കെ, നമ്മൾ ആദ്യം ഇക്വേഷനൊക്കെ എന്ത് ചെയ്യുക? ഇക്വേഷനിൽ നമ്മളൊക്കെ അതേപോലെ തന്നെ എഴുതുക. എന്നിട്ട് ഈ വൈൻ്റെ അപ്പുറത്തുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുവരിക. നമ്മൾ ഈ വൈൻ്റെ ഇക്വേഷൻ മാത്രം ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ വൈൻ്റെ ഇക്വേഷന് മാത്രം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. എന്ത് ചെയ്തു? ഈ 5.8നെ നമ്മൾ ഇവിടേക്ക് കൊണ്ടുവരിക. ഇവിടേക്ക് കൊണ്ടുവരുമ്പോൾ ഇവിടെ പ്ലസ് ആവും അല്ലേ? ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് പ്ലസ് ആവും. ഇവിടെ -5.8 ആയിരുന്നു. സോ അത് ഇവിടെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോയപ്പോൾ പ്ലസ് ആയിട്ട് 5.8 ആയി. ഇനി നമ്മൾ ഡയറക്റ്റ് കണക്ക് ചെയ്യുക. അതായത് -6 + 5.8 ചെയ്യുക. ഓക്കെ, -6 + 5.8 ചെയ്യുമ്പോൾ നമുക്ക് 0.2 കിട്ടും ആൻസർ. ഓക്കെ, ആൻസർ 0.2 കിട്ടും. ഇതാണ് അപ്പോൾ നമ്മുടെ ഫൈനൽ വൈൻ്റെ ആൻസർ. ഓക്കെ, ഇതാണ് നമ്മുടെ റിഗ്രഷൻ ഇക്വേഷൻ y on x-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഒന്നുകൂടിയും പറഞ്ഞു തരണോ?
ഹലോ മിസ് ഒന്നുകൂടി പറഞ്ഞുതരണോ? സഹല പറഞ്ഞു തരണോ? വീണ്ടും ഒന്നുകൂടി പറയണോ? ഓക്കെ. അതായത് നമ്മൾ കറക്റ്റ് ഇക്വേഷൻ പ്രകാരം നമ്മൾ എഴുതുക. y മൈനസ് വൈ ബാർ 5.8 ആയിരുന്നു, ബി വൈ എക്സ് 1.5, എക്സ് മൈനസ് എക്സ് ബാർ 4. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബ്രാക്കറ്റിലുള്ളതിനൊക്കെ 1.5 ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 1.5നെ എക്സ് ആയിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.5x ആണ് വരിക. ദെൻ പിന്നെ എക്സിൻ്റെ അവിടുത്തെ ഈ മൈനസ് ഇവിടേക്ക് താഴത്തേക്ക് ഇറക്കിയിട്ടു. ദെൻ 1.5നെ നമ്മൾ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം നമുക്ക് 6 കിട്ടി. ദെൻ ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ വൈനെ മാത്രം ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഒരു ഇക്വേഷനായിട്ട് വൈനെ മാത്രം ഇവിടെ നിർത്തി. വൈൻ്റെ ഒപ്പമുള്ളതിനെ മൈനസ് നമ്മൾ എന്ത് ചെയ്തു? 6ൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പം അത് പ്ലസ് ആവും. അങ്ങനെയാണ് ഇവിടെ പ്ലസ് 5.8 ആയത്. എന്തും നമുക്ക് നമ്മൾ 10th മുതലേ പഠിക്കേണ്ടതാണല്ലേ. മൈനസ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ പോസിറ്റീവ് ആവും. ഇനി പോസിറ്റീവ് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ മൈനസ് ആവും. അത് നമ്മുടെ ഒരു മാത്സിൻ്റെ റൂളാണ്. സോ നമ്മൾ എന്ത് ചെയ്തു? ഇനി -6 + 5.8 ചെയ്യുമ്പോൾ നമുക്ക് -2 കിട്ടും. അപ്പോൾ 1.5x താഴത്തേക്ക് എഴുതി, ഇത് ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ഇവിടെ എഴുതി. ഇതാണ് നമ്മുടെ y/x ഇക്വേഷൻ. ഇനി ക്വസ്റ്റ്യനിൽ എങ്ങാനും പറയുകയാണ് ഇഫ് x2 എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ നമ്മളടുത്ത് വൈൻ്റെ വാല്യൂ കാണാൻ പറയും. അപ്പോൾ y = എക്സിൻ്റെ വാല്യൂ 2 ആണ്. അപ്പോൾ 1.5 × x2 ആണല്ലോ. അപ്പോൾ 2 - 0.2 ചെയ്യുക. ഇനി 1.5നെ 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ആൻസറിനെ 2 ആയിട്ട് നമ്മൾ കുറച്ചാൽ നമുക്ക് വൈൻ്റെ എക്സാക്റ്റ് വാല്യൂ കിട്ടും. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ക്വസ്റ്റ്യനിൽ അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ എന്ത് ചെയ്യും. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ജിഷാദെ ക്ലിയർ ആയോ? ഓക്കെ. ഗെയ്സിന് ക്ലിയർ ആയില്ലേ? ഓക്കെ. അപ്പം മിസ് ഇങ്ങനത്തെ ഒരു കണക്ക് ഇപ്പം നമ്മൾ ചെയ്ത് y/x ആണ്. മിസ് ഗ്രൂപ്പിലൊരു ഹോംവർക്ക് ഇടും. അപ്പം നിങ്ങളത് ചെയ്യണം. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മൂവിങ് ആവറേജ്. ഈ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് പ്രോബബിലിറ്റിയാണ്. കാരണം ചോദിക്കാനും ചാൻസ് ഉണ്ട്, ചോദിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട്. ഓക്കെ, മൂവിങ് ആവറേജസുകൾ പ്രോബ്ലം നിങ്ങൾ കോളേജിൽ ചെയ്ത് ഓർമ്മയുണ്ടോ? മൂവിങ് ആവറേജിൻ്റെ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ ചെയ്തിട്ടുണ്ടോ മൂവിങ് ആവറേജ്? സഹലയുടെ കോളേജ് ചെയ്തിട്ടുണ്ട്. ജിഷ്ണു ചെയ്തിട്ടുണ്ടോ? ഓക്കെ. ജിഷാദ് നമ്മൾ ഒരു വട്ടം ചെയ്തിട്ടുണ്ട് ഈ കണക്ക്. ഒരു ദിവസം മിസ് ജിഷാദിനെ എടുത്തിരുന്നു മൂവിങ് ആവറേജിന്റെ പ്രോബ്ലം. ജിഷാദ് ഒന്ന് മറന്നാവും, കാരണം മിസ്സിന് ഓർമ്മയുണ്ട്. ജിഷാദ് മാത്രമൊന്നും ഉണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ്. ഗെയ്സിന്റെ കോളേജ് ചെയ്തിട്ടുണ്ടോ? ഗെയ്സ്? ഓക്കെ. അപ്പോൾ നിങ്ങൾ കോളേജിൽ ചെയ്തത് മൂവിങ് ആവറേജ് 3 ഇയറിൻ്റെ ആവും അല്ലേ? നമുക്ക് മൂവിങ് ആവറേജ് 3 ഇയറിൻ്റെയും 5 ഇയറിൻ്റെയും ചെയ്യും. ഓക്കെ. അപ്പോൾ 5 ആദ്യം നമുക്ക് 3 ഇയറിൻ്റെ എങ്ങനെ ചെയ്യാൻ നോക്കാം. എന്നിട്ട് മിസ് 5 ഇയറിലേക്ക് വരണ്ടേ? ഓക്കെ. നിങ്ങൾ ഏതാ ചെയ്തിരിക്കുന്ന ഓർമ്മയുണ്ടോ? 3 ഇയർ ആണോ 5 ഇയർ ആണോ? രണ്ടും ചെയ്തിട്ടുണ്ടല്ലേ. കുറച്ച് ടഫ് 5 ഇയർ ആണ്. അപ്പോൾ നമുക്കൊന്ന് ആദ്യം 5 ഇയർ പറയാം. അപ്പം നമുക്ക് മൂവിങ് ആവറേജിന് ഇങ്ങനെ ഡാറ്റ തരും അല്ലേ? എന്ത് ചെയ്യും? ഇയർ തരും, വാല്യൂ തരും. അപ്പം നമുക്ക് 2000 മുതൽ 2007 വരെയുള്ള ഈ ഓരോ ഇയേഴ്സിൻ്റെ വാല്യൂസ് തന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ ബേസിൽ എന്ത് കണ്ടുപിടിക്കണം? 5 ഇയർലി മൂവിങ് ആവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, 5 വർഷത്തെ മൂവിങ് ആവറേജ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ഇയർ മൂവിങ് ആവറേജിൻ്റെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 2010, 2001 15. ഓക്കെ. അപ്പം നമ്മളിനി 5 ഇയർ ആണ്. ഓക്കെ, 5 ഇയർ നമ്മൾ കാണുമ്പോൾ അപ്ലൈ ചെയ്യേണ്ടത് നമ്മൾ ആദ്യത്തെ 5 വർഷത്തെ വാല്യൂസ് ഇല്ലേ? ആദ്യത്തെ 5 വർഷത്തെ വാല്യൂ എന്ന് പറയുമ്പോൾ 10 + 15 +
18 പ്ലസ് 21 പ്ലസ് 25. ഓക്കെ, നമ്മൾ ഈ 5 വാല്യൂസ് എടുക്കും അല്ലേ, 5 വാല്യൂസും നമ്മൾ ആഡ് ചെയ്യും 5 ഇയർ മൂവിങ് ആവറേജ് കാണാൻ. ഓക്കെ, പക്ഷെ ആഡ് ചെയ്തിട്ട് പല കുട്ടികളും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത് ഈ അഞ്ചാമത്തെ വർഷം കൊണ്ടേ എഴുതും. ഓക്കെ, അഞ്ചാമത്തെ വർഷം, അതായത് നമ്മൾ 3 ഇയറിൽ പഠിച്ച പോലെ അഞ്ചാമത്തെ വർഷം എഴുതും. പക്ഷെ 5 ഇയറിൽ നമ്മൾ അഞ്ചാമത്തെ വർഷമല്ല എഴുതാം, അഞ്ചാമത്തേൻ്റെ മിഡിൽ ഇയർ, അതായത് 5 ഇയറിലെ മിഡിൽ പറയുമ്പോൾ അല്ലേ ഏതാ വരിക? അപ്പോൾ 2000 മുതൽ 2005 വരുമ്പോൾ 2002 നമ്മൾ എടുക്കും അല്ലേ മിഡിൽ പറയുമ്പോൾ, അല്ലേ? 2000, 2001, 2, 3, 4 പറയുമ്പോൾ 2 ആണ് മിഡിൽ വരിക. അപ്പം നമ്മൾ മിഡിലിൽ എടുക്കുക, അതായത് മിഡിൽ എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? അഞ്ചാമത്തെ വർഷത്തിൻ്റെ മൂവിങ് എഴുതേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ? പല കുട്ടികൾ എന്ത് ചെയ്യും? അഞ്ചാമത്തെ വർഷത്തെ മൂവിങ് ആവറേജ് അഞ്ചാമത്തെ ഇയറിൽ എഴുതും. നമ്മൾ അഞ്ചാമത്തെ ഇയറിൽ എഴുതരുത്. 5ൻ്റെ സെൻറ്റർ നടുഭാഗം, അതായത് 3, 5ൻ്റെ സെൻറ്റർ പറഞ്ഞാൽ ഏതാണ്? മൂന്നാമത്തെ വാല്യൂ അല്ലേ? അപ്പം മൂന്നാമത്തെ ഇയറിലാണ് നമ്മൾ 5 ഇയർ മൂവിങ് ആവറേജ് എഴുതേണ്ടത്. ക്ലിയർ ആയോ സഹല? ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയോ മക്കളെ? ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്തേ. അഞ്ചാമത്തെ, അതായത് നമ്മളിപ്പോൾ 10, 15, 18, 21, 25 നമുക്ക് എത്ര കിട്ടും? 89 കിട്ടും. നമ്മൾ ആ 89 എവിടെ എഴുതി? 2002 എഴുതി. ഓക്കെ, ഇനി 2003 നമ്മൾ എങ്ങനെ എടുക്കുക? അപ്പം നമ്മൾ 2000 10 ഒഴിവാക്കും, പിന്നെ 10ന് ശേഷമുള്ള ബാക്കിയുള്ള എടുക്കും. അപ്പോൾ 15, 18, 21, 25, 30. ഓക്കെ, ആ വാല്യൂ എടുക്കും. അപ്പോൾ നമുക്ക് 109 കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മൂന്നാമത്തെ കോളത്തിൽ 2003 നമ്മൾ എഴുതും, അതായത് നമ്മൾ മൂന്നാമത്തെ വർഷത്തിൽ 89 എഴുതി. പിന്നത്തെ നമ്മൾ ബാക്കിയുള്ള അഞ്ചാമത്തെ വർഷത്തിൽ നമ്മൾ എവിടെ എഴുതും? 2003 എഴുതും. ഇനി 2004 എടുക്കുമ്പോൾ നമ്മൾ എന്താ എടുക്കുക? 2001, ഇവിടുത്തെ 2001 ഒഴിവാക്കും എമൗണ്ട്. 18, 21, 25, 30, 33. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 127 കിട്ടും. അപ്പോൾ താഴെ ഈ മൂന്നാമത്തെ കോളത്തിൽ 109ൻ്റെ താഴെ എഴുതും. ഇനി അതിൻ്റെയൊക്കെ ഏവറേജ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഏവറേജ് സെയിം 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 89 ഡിവൈഡഡ് ബൈ 5 17.8. 109 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ, നമുക്ക് 218 കിട്ടും. അങ്ങനെയാണ് ചെയ്യുക മൂവിങ് ആവറേജ് 5 ഇയറിൻ്റെ. പല കുട്ടികളും പല സ്കൂളിലും കോളേജിലും ചെയ്ത് വെക്കുക, അഞ്ചാമത്തെ വർഷത്തിൽ കൊണ്ടുപോയിട്ട് ഇതൊക്കെ എഴുതി വെക്കും. അഞ്ചാമത്തെ വർഷത്തിലല്ല നമ്മൾ എഴുതേണ്ടത്, അഞ്ചാമത്തേൻ്റെ മിഡിലായിട്ടുള്ള 5 വർഷത്തെ വാല്യൂ നമ്മൾ എടുക്കും, കൂട്ടും. പക്ഷെ നമ്മളത് എഴുതേണ്ടത് ആ വാല്യൂ മൂന്നാമത്തെ വർഷം മിഡിലായിട്ടുള്ള വാല്യൂവിലാണ്. പിന്നെ ബാക്കി കറസ്പോണ്ടിങ് ആയിട്ട് അതിന് താഴെ എഴുതും. അപ്പം നമ്മൾ എന്ത് ചെയ്യും? മുകളിൽ നിന്ന് ഓരോ വാല്യൂസും കുറച്ച് ഒഴിവാക്കും. നമ്മൾ രണ്ടാമത്തെ മൂവിങ് ആവറേജ് കാണുമ്പോൾ 2000-ലെ 10 ഒഴിവാക്കും. ചെയ്യാൻ പറ്റൂത്? അതായത് നമ്മൾ മൂവിങ് ആവറേജ് അഞ്ചാമത്തെ വർഷത്തിൽ, പലരും മൂവിങ് ആവറേജ് കണ്ടാൽ നമ്മൾ ആ മൂവിങ് ആവറേജ് അഞ്ചാമത്തെ വർഷത്തിൽ എഴുതുക. പക്ഷെ 5 ഇയറിൽ 3 ഇയർലിയിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ 5 ഇയർലിയിൽ നമ്മൾ ചെയ്യുക അഞ്ചാമത്തിൻ്റെ ഹാഫ്, 5ൻ്റെ മിഡിൽ വാല്യൂ പറഞ്ഞാൽ 3 അല്ലേ വരിക. അപ്പോൾ 2003 നമ്മൾ എന്ത് ചെയ്യേണ്ടത്? 5 വർഷം വരെ കൂട്ടിയ മൂവിങ് ആവറേജ് വാല്യൂ എഴുതേണ്ടത്. ഓക്കെ, അതായത് വാല്യൂ 10, 15, 18, 21, 25 നമ്മൾ 5 വർഷത്തെ ആഡ് ചെയ്തു. അപ്പം നമുക്ക് 89 കിട്ടി. ആ 89 നമ്മൾ എഴുതേണ്ടത് അഞ്ചാമത്തെ ഇയറിൽ. ഇപ്പോൾ 5 ഇയർ മൂവിങ് ആവറേജ് എല്ലാം പറഞ്ഞിട്ട് പലരും എന്തെങ്കിലും 2004 കൊണ്ടുപോയി എഴുതും, അഞ്ചാമത്തെ വർഷം എഴുതും. അങ്ങനെയല്ല എഴുതേണ്ടത്, മിഡിൽ എടുക്കും. മിഡിൽ പറഞ്ഞാൽ 2002 ആണ് വരിക. 2000-നും 2005-ൻ്റെ ഇടയത്തെ മിഡിൽ 2002, അതായത് മൂന്നാമത്തെ വർഷം. ആ മൂന്നാമത്തെ വർഷമാണ് നമ്മൾ എന്ത് ചെയ്യുക? 5 ഇയർ മൂവിങ്ങിൻ്റെ ടോട്ടൽ 89 എഴുതുക. ഓക്കെ, ഇനി മൂവിങ് ആവറേജ് കാണുക, അതിൻ്റെ അപ്പുറത്തെ കോളത്തിൽ 89 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ എണ്ണം നമ്മൾ എന്തെടുക്കണം? 5 തന്നെ എടുക്കണം.
അങ്ങനെ നമ്മൾ ബാക്കി ഓരോന്നും ചെയ്യും. ഇനി നമ്മൾ 2000 അപ്പം ഇനി നമ്മൾ രണ്ടാമത്തെ ചെയ്യുമ്പോൾ 2000 ഒഴിവാക്കും. 2000 വാല്യൂ 10 ഒഴിവാക്കും. പിന്നെ നമ്മൾ 2001 15, 18, 21, 25, 30 എടുക്കും. അപ്പം 5 വർഷമായില്ലേ, അത് നമ്മൾ ആഡ് ചെയ്യും. ആ വാല്യൂ നമ്മൾ നേരത്തെ ഇതിൻ്റെ താഴെ എഴുതും. 2003 109 എന്ന് പറഞ്ഞിട്ട് എഴുതും. അങ്ങനെ നമ്മൾ ഓരോന്ന് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മൾ ആദ്യത്തെ വാല്യൂസൊക്കെ സ്കിപ്പാക്കി പോകും. ഇനിയിപ്പോൾ അവസാനത്തെ വർഷം നമ്മൾ എഴുതുമ്പോൾ അവസാനം വരെയുള്ള എമൗണ്ട് എടുക്കും. അതായത് 21, 25, 30, 33, 40 അത് വരെയുള്ള വാല്യൂ നമ്മൾ 2006 179 പറഞ്ഞിട്ട് എഴുതും. അതാണ് മൂവിങ് ഏവറേജിൻ്റെ കണക്ക്. കൺഫ്യൂഷൻ വരുന്നുണ്ടോ ജിഷാദ്? ജിഷാദെ കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഹലോ, കൺഫ്യൂഷൻ കോളേജിൽ ഡിഫറെന്റ് ആയിട്ടാണ് പഠിച്ചപ്പോ എനിക്ക് അത് 3 ഇയറിന്റെ കൊടുത്തിട്ടുണ്ടാവുക. അല്ല 5 ഇയർ ആണോ? ഓക്കെ, 2 രീതിയിലും ചെയ്യും. പക്ഷെ നമ്മൾ എല്ലാവരും മാക്സിമം ഈ രീതിയാണ് ഫോളോ ചെയ്യാറ്. ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇപ്പോൾ വേറെ മറ്റു രീതിയാവും.